ഹായ് മച്ചമരെ അനന്തമാണേ. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തുനിന്ന് പോവുകയാണ്. മെയിനായിട്ട് പോകുന്നത് എനിക്കൊരു ജാക്കറ്റ് മേടിക്കണം. കാരണം ഇവിടെ വിൻ്റർ വന്നു തുടങ്ങി, ഇപ്പം തണുപ്പായി തുടങ്ങി. അപ്പോൾ ഇപ്പോഴേ ഒരു ജാക്കറ്റ് മേടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജാക്കറ്റ് മേടിക്കാനായിട്ട് പോവുക. അപ്പം നമ്മൾ പോകുന്നത് വലിയ ഷോപ്പിലല്ല, അതായത് പുതിയ സാധനം മേടിക്കാനല്ല, ഇവിടെ സെക്കൻഡ് ഡ്രസ്സുകൾ കിട്ടുന്ന ഷോപ്പുകളുണ്ട്. അപ്പം അവിടേക്കാണ് പോകുന്നത്. ഒരുപാട് പൈസ ഇല്ലാതെ, അതായത് നമ്മളെപ്പോലുള്ളവർക്ക്, അതായത് ഒരുപാട് പൈസ മുടക്കില്ലാതെ, വലിയ പൈസ കൊടുക്കാതെ, അതായത് 300 സ്ലോട്ടി അല്ലെങ്കിൽ ഒരു 500 സ്ലോട്ടിയൊക്കെ കൊടുത്ത് സാധാരണ മേടിക്കുന്നതിനെക്കാട്ടി നമുക്ക് എത്ര റേറ്റിന് കുറച്ചെടുക്കാൻ പറ്റും. അതായത് നമ്മുടെ നാട്ടിൽ നമ്മൾ കുറച്ച്, അതായത് വില കുറഞ്ഞ കടകളിൽ പോകത്തില്ല, അതുപോലെ തന്നെ നമ്മൾ വില കുറഞ്ഞ കടകളിൽ പോയിട്ട് നമുക്ക് നല്ലത് നമ്മൾ നോക്കി സെലക്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഒരു ഷോപ്പ് ഉണ്ട്, 1-2 ഷോപ്പുകൾ ഇവിടെ ഉണ്ട്, പോളണ്ടിൽ എല്ലായിടവും ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ സിറ്റിയിൽ ആ ഒരു ഷോപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. പോകുമ്പോൾ ഉള്ള കാഴ്ചകൾ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലുണ്ട്. അപ്പം എല്ലാവരും കാണുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഞാനിപ്പോൾ നിലവിൽ പോളണ്ടിലാണ്. പോളണ്ടിൽ സ്ഥലോവ വോല എന്ന് പറയുന്ന സിറ്റിയിലാണ്. അടിപൊളി ഒരു സിറ്റിയാണ്, തൊട്ടടുത്ത് തന്നെ, അതായത് എൻ്റെ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു പള്ളിയാണത്. അപ്പോൾ ഞങ്ങളിവിടെ വരാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പോളണ്ടിൽ തന്നെ കുറേയധികം സിറ്റികളിൽ ഞാൻ മുന്നേ സ്റ്റേ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വെയർഹൗസിലൊക്കെ ജോലിക്ക് ചെയ്ത സമയത്തൊക്കെ വേറെ സിറ്റികളിലും പോയിട്ടുണ്ടായിരുന്നു. ക്രാക്കോവിൽ ഞാൻ ഫസ്റ്റ് വന്നത്, പോളണ്ടിൽ ഫസ്റ്റ് വന്നത് ക്രാക്കോവിലായിരുന്നു. ക്രാക്കോവിൽ 2 മാസത്തോളം ഉണ്ടായിരുന്നു. അവിടെ ഒരു വെയർഹൗസിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ നിന്ന് പിന്നെ ഞാൻ മാറി. അവിടെ നിന്ന് പിന്നെ വേറൊരു ജോലി കിട്ടി, വാർസോയിലേക്ക് പോയിരുന്നു. വാർസോയിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി, അവിടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ സിറ്റികളൊക്കെ ഭയങ്കര തിരക്കാണ്. അതായത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ആളും ബഹളവും തിരക്കും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് അടിപൊളി സിറ്റിയാണ് കേട്ടോ. കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ സിറ്റിയിലുണ്ട്, എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഷോപ്പ് ചെയ്യാനാണെങ്കിലും നമുക്ക് ലിഡിൽ സൂപ്പർ മാർക്കറ്റുകൾ, പിന്നെ ചെറിയ ചെറിയ ഷോപ്പുകൾ, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും, അതുപോലെ തന്നെ ബസ് റൂട്ട്, പിന്നെ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു കൊച്ചു സിറ്റിയാണ് സ്ഥലോവ വോല എന്ന് പറയുന്നത്. അടിപൊളി സിറ്റിയാണ്. അപ്പോൾ പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പോളണ്ടിൽ നിലവിൽ വർക്ക് പെർമിറ്റ് കാര്യങ്ങളൊക്കെ അടിച്ച് തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ VFSൻ്റെ ഡേറ്റിൻ്റെ ഇഷ്യൂസ് ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ എൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളതിനകത്ത് കയറിയിട്ട് ഡേറ്റിൻ്റെ ഇഷ്യൂസ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്നുള്ള കാര്യങ്ങൾ എന്നെ അറിയിക്കുക. നമുക്കതുപോലെ ചെയ്യാം. അപ്പോൾ പോകുന്ന റൂട്ടിലെല്ലാം ഇങ്ങനെ ഒരു സൈക്കിളല്ല, ഇതൊരു ബൈക്ക് ഒരു വണ്ടിയാണ്. അപ്പോൾ ഇത് നമുക്ക് സ്കാനർ കോഡ് ഉണ്ട്. സ്കാനർ കോഡ് ഉപയോഗിച്ചിട്ട് നമുക്കത് എടുക്കാം, യൂസ് ചെയ്യാം. അപ്പോൾ അത് ഓൾറെഡി പേയ്മെൻറ്റ് അടച്ചിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. പിന്നെ നമ്മൾ എവിടെയാണോ ഈ വെഹിക്കിൾ, അതായത് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ഏത് സ്ഥലത്താണോ നമ്മളിത് പാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ വെച്ചിട്ട് വീണ്ടും സ്കാൻ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യമായിട്ട് നമുക്കൊരു സ്ഥലത്തൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഇതെടുത്തിട്ട് യൂസ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ചാർജാണ്, ഒരു 10-30 കിലോമീറ്ററോളം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ 2 പേർക്കൊക്കെ ഇരുന്ന് ട്രാവൽ ചെയ്യാനും പറ്റും. അതിനകത്ത് 2 പേർക്ക് ഒരേ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ കൊച്ചു പിള്ളേരൊക്കെ അതിനകത്താണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ ഇവിടെ ഒരു അമ്മയും മോളും തമ്മിൽ പിണക്കമാണ് ഉണ്ടായിരുന്നു. എന്താണിപ്പോൾ വർക്ക് ചെയ്യുന്നത്? ഞാനിപ്പോൾ CNC ഓപ്പറേറ്ററായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ സ്ഥലോവ പോലെ തന്നെ ഒരു കമ്പനിയിലാണ്. ഒരു കാറിൻ്റെ പ്രൊഡക്ഷൻ, അത് കാർ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ പ്രൊഡക്ഷൻ ചെയ്തെടുക്കുന്ന ഒരു കമ്പനിയിലാണ്. അതിൻ്റെ CNCയിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോലിയൊക്കെ അടിപൊളിയാണ്. ഞാൻ എപ്പോഴും CNCയുടെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്യാറുള്ളതാണ്. കാരണം അത്രത്തോളം സ്കോപ്പ് ഇവിടെ CNCക്ക് ഉണ്ടായതാണ് ഞാൻ അങ്ങനത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടൊക്കെ പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ പോകുന്ന വഴി കണ്ട ഒരു ചെറിയൊരു കോഫി ഷോപ്പാണിത് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി. നമ്മുടെ നാട്ടിലെ പോലെ ഈ ചീമക്കൊന്ന ഇലകളൊക്കെ ഇങ്ങനെ പിടിച്ച് മേളിലൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷേ അടിപൊളിയാണ്. ഇതിങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗി തോന്നുമെങ്കിലും നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല വൈബാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുള്ള് പല്ലറ്റാണ്, കണ്ടല്ലേ, പെല്ലറ്റാണ്. അതായത് നമ്മുടെ ഈ വെയർഹൗസിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ അടുക്കി വെക്കുന്നതിൻ്റെ മേളിലാണ് ഈ വലിയ വലിയ ക്ലോത്തിൻ്റെയൊക്കെ പെട്ടികളും ബോക്സുകളും ഒക്കെ. ആ പെല്ലറ്റിനകത്താണ് അവർ ചെയറായിട്ട് അവർ യൂസ് ചെയ്തേക്കുന്നത്. നല്ല അപ്പോഴേ
ഞാനൊരു ജാക്കറ്റ് അങ്ങ് മേടിച്ച്. കാരണം ഇനിയിപ്പം വിൻ്ററാണ് വരുന്നത്. അപ്പം ജാക്കറ്റ് എന്തായാലും ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരെണ്ണം അങ്ങ് കൈയോടെ അങ്ങ് മേടിച്ച്. വലിയ പൈസയുടെ ഒന്നും അല്ല, ചെറിയ പൈസയുടെയാണ്. 10-30 സ്ലോട്ടിയുടെയാണ്. ഇവിടെ സാധാരണ ഒരു ജാക്കറ്റ് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ 100 സ്ലോട്ടി, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജാക്കറ്റ് ആണെങ്കിൽ ഒരു 100 സ്ലോട്ടിയെ കൊടുക്കേണ്ടി വരും. 100, 200, 300ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നല്ല നല്ല ജാക്കറ്റിൻ്റെ വിലകൾ. അപ്പോൾ നമുക്കതൊന്നും കൊടുത്തിട്ട് ഇപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 മാസം ഇച്ചിരി ബുദ്ധിമുട്ടാണ് വിൻ്ററിൻ്റെ. അപ്പോൾ ആ ഒരു സമയത്ത് ഇടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരു ജാക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ആ സമയത്ത് ബാക്കിയെല്ലാം ചൂടാണ്. അപ്പം അതുകൊണ്ട് മേടിക്കുമ്പോൾ എന്തായാലും നല്ലൊരു ജാക്കറ്റ് തന്നെ മേടിക്കാൻ പറ്റുള്ളൂ. കാരണം വിൻ്റർ ടൈമിൽ, ഇവിടെ സ്നോ ടൈമിൽ നല്ല വിൻ്റർ ഉണ്ടാവും, നല്ല സ്നോ ഉണ്ടാവും. അപ്പം ആ സമയത്ത് നല്ല കമ്പനി ജാക്കറ്റ് തന്നെ വേണം. അപ്പോൾ ഞാൻ എന്തായാലും നല്ല ഒരു ജാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത്. ഷോപ്പിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഈ സാധനം എടുത്തിട്ട് ഇനിയിപ്പം ഉച്ചയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം നൈറ്റ് ഡ്യൂട്ടിക്കും അതുപോലെ തന്നെ മോർണിംഗ് ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര മഞ്ഞായിരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ജാക്കറ്റ് എന്തായാലും ഉപകരിക്കും. ഇപ്പം ഇതെടുത്ത് മേളിൽ കൂടെ ഇട്ടപ്പോൾ തന്നെ ഏകദേശം ചൂടായി. കാരണം ഇതിൻ്റെ ബ്രാൻഡ് സാധനമായതുകൊണ്ട് ഇതിനകത്തുള്ള മെറ്റീരിയൽ ചൂടാണ്. അപ്പം നമുക്കൊരു ഇച്ചിരി ചൂടൊക്കെ കിട്ടും. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങളുടെ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അപ്പോൾ എന്തായാലും നമ്മളും നല്ലൊരു ജാക്കറ്റ് വാങ്ങി. ജാക്കറ്റിനൊരു പ്രത്യേകതയൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. ഷോ ആണെങ്കിൽ അത് വിചാരിക്കണ്ട, ജാക്കറ്റ് മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയതാണ്. 30 സ്ലോട്ടിയുടെ ജാക്കറ്റാണ്, ഇവിടുത്തെ 30 സ്ലോട്ടിയുടെ ജാക്കറ്റാണ്. നാട്ടിലെ ഒരു എനിക്ക് തോന്നുന്നൊരു 1000 രൂപ വരുന്നില്ല കേട്ടോ. തികച്ച് 1000 രൂപ വരുന്നില്ല നാട്ടിലെ. തികച്ച് 1000 രൂപ വരുന്നില്ല. 30 സ്ലോട്ടിയുടെ ജാക്കറ്റാണ്, ബ്രാൻഡ് സാധനമാണ്, കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ എന്തായാലും നമ്മൾ പുതിയതായിട്ടൊരു ഷോപ്പിൽ നിന്ന് പോയി വാങ്ങുമ്പോൾ ഇതിൽ നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റത്തില്ല. കാരണം ഈ റേഞ്ചിൽ കിട്ടത്തില്ല. ഈ ഒരു 30 സ്ലോട്ടിക്കൊന്നും നമുക്ക് ജാക്കറ്റ് എന്ന് പറയുന്ന സാധനം മേടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഷോപ്പുകളൊക്കെ തേടി പിടിച്ച് കണ്ടുപിടിച്ച്, നമ്മൾ മാത്രമല്ല അവിടെ ഒരുപാട് ആളുകൾ വരുന്നു. ഇവിടുത്തെ ആളുകൾ തന്നെ ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വരുന്നുണ്ട്. പിന്നെ നമ്മളെടുക്കുന്നതിന് അതിന് പ്രത്യേകിച്ച് ചമ്മലും നാണക്കേടും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ആവശ്യം നടക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇവിടെ വന്നിട്ട് ഇപ്പം ഞാനാണെങ്കിലും അധികം ഡ്രസ്സോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. ഇവിടെ ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇട്ട് അങ്ങനെ വെറുതെ മേടിച്ച് വെക്കാറില്ല. കാരണം ഡ്രസ്സിൻ്റെ ആവശ്യമില്ല. നമ്മൾ ജോലിക്ക് പോകുന്നു, റൂമിൽ വരുന്നു എന്നുള്ളൊരു ഇതാണ്. നമ്മുടെ ഷോപ്പ് ഇതായിരുന്നു കേട്ടോ. ഈ ഒരു ഷോപ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ അധികം കുഴപ്പമില്ലാത്ത, അതായത് ഇവർ സെക്കൻഡ് ആണെങ്കിലും ഈ ഡ്രസ്സുകളെല്ലാം, ക്ലോത്തുകളെല്ലാം നല്ലപോലെ ഡ്രൈ ക്ലീൻ ചെയ്ത് നല്ല നീറ്റാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ ഒരു ടീഷർട്ടിൻ്റെ റേറ്റ് കണ്ടല്ലേ, 5 സ്ലോട്ടിയാണ് വരുന്നത്. 5.54 രൂപ. അതായത് നാട്ടിലെ ഒരു 5 രൂപ എന്ന് പറയത്തില്ലേ, ആ ഒരു പൈസ ഇവിടുത്തെ. അപ്പം നാട്ടിലത് കുറച്ച് പൈസ ആവുന്നുണ്ട്, ഒരു 200 സംതിങ് അത്രത്തോളം ആവുന്നുണ്ടെന്ന് തോന്നുന്നു. 150 സംതിങ് എന്തോ വരുന്നുണ്ട്. 24 രൂപയാണ് ഇവിടുത്തെ 1 രൂപ എന്ന് പറയുന്നത്. പോളണ്ടിലെ 1 രൂപ ഇപ്പോൾ 24 ആയിരുന്നു. ഇപ്പോൾ അത് കൂടിയതാണ്. ഞാൻ വന്ന ടൈമിലൊക്കെ പോളണ്ടിൽ 21 രൂപയായിരുന്നു, 21 രൂപയായിരുന്നു നാട്ടിലെ പൈസ എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ 1 രൂപ നമ്മുടെ INR, അതായത് ഇന്ത്യയിലെ പൈസ കൺവേർട്ട് ചെയ്യുമ്പോൾ 21 രൂപയായിരുന്നു. പക്ഷേ അതിപ്പോൾ കൂടി, ഇപ്പോൾ 24 ആയി. ഇപ്പം അത് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുവാണ്. ഇപ്പം യൂറോ കൂടുന്ന പോലെ, യൂറോ ഇപ്പം 100 രൂപയായി. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പൈസയും, പോളണ്ടിലെ പൈസയും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമുക്കൊക്കെ ഇനിയും ജോലി ചെയ്യാനുള്ള ഒരു തോന്നലുണ്ടാക്കുന്ന ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കോട്ടുകളാണ്, ഇത് മൊത്തം ഒരു കോട്ടിൻ്റെ സെക്ഷനാണ്. എല്ലാം നല്ല നീറ്റ് കോട്ടുകളാണ്, കണ്ടില്ലേ. എല്ലാത്തിനും 11 രൂപ, 12 രൂപ, 13 രൂപ, ആ ഒരു റേഞ്ചാണ് റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. ജേഴ്സിയൊക്കെ ഒരുപാട് ജേഴ്സി ടൈപ്പുകളും കിടപ്പുണ്ട്. എല്ലാം നല്ല ഫ്രഷായിട്ട് തന്നെ, പുതിയ സാധനം. എങ്ങനെയാണ് ഒരു പോറലോ കീറലോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതിനകത്ത് കാണുന്നില്ല കേട്ടോ. ഞാൻ ഒരുപാട് ചെക്ക് ചെയ്ത്, ഒന്നിലും ഒരു പ്രശ്നങ്ങളുമില്ല. പക്ഷേ ഇതൊന്നും നമ്മൾ എടുക്കുന്നില്ല. നമുക്ക് ഇപ്പം ആവശ്യമുള്ള ആ ഒരു ജാക്കറ്റ് മാത്രമാണ് ഇപ്പോൾ എടുക്കുന്നത്. വേറെ ഒന്നും നമ്മളിപ്പോൾ നോക്കുന്നില്ല. ഇപ്പോൾ ഒരുപാട് തരം ജേഴ്സികളും മറ്റുള്ള ഡ്രസ്സുകളും കാര്യങ്ങളെല്ലാം ഈ ഒരു ഷോപ്പിലുണ്ട്. ഇത് പോളണ്ടിലെ എല്ലാ സ്ഥലങ്ങളിലും, അതായത് എല്ലാ സിറ്റികളിലും ഇങ്ങനെയുള്ള ഷോപ്പുകളുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു വിൻ്റർ ടൈമൊക്കെ സ്റ്റാർട്ടാകുമ്പോൾ ഇവർ ഈ ഷോപ്പുകൾ നല്ല രീതിയിൽ ഉള്ള ക്ലോത്തുകൾ കാര്യങ്ങളെല്ലാം അവർ ബൾക്കായിട്ട് എടുത്ത് കൊണ്ട് വെക്കും.
പിന്നെ നമുക്ക് ആവശ്യമുള്ളവർക്കൊക്കെ വന്ന് വാങ്ങാം. ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഒരുപാട് കയറി വാങ്ങുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഷോപ്പിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ അവരൊക്കെ ഒന്ന് പോയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഇപ്പോൾ അവരാരും ഇല്ല. കാരണം നമുക്ക് അവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. കാരണം നമ്മൾ പുറത്തെ ഒരു രാജ്യക്കാരനാണ്. അപ്പോൾ ക്യാമറയായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെന്ന് നമ്മൾ മാറി നിൽക്കുമായിരുന്നു. അപ്പോൾ അവരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ജാക്കറ്റൊക്കെ എടുത്തു, എല്ലാം നോക്കി ചെക്ക് ചെയ്തു. എല്ലാം അടിപൊളി, എല്ലാം നല്ല ബ്രാൻഡഡ് സാധനങ്ങളാണ്. നമുക്ക് പുറത്തുനിന്ന് ഒരു പുതിയൊരു ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ നല്ല പൈസ ആവുന്നുണ്ട് ഈ സാധനങ്ങൾക്കെല്ലാം. കാരണം ഇത് സാറ ബേസിക്കിൻ്റെ ആണ്, കണ്ടില്ലേ, നല്ല കിടിലം സാധനമാണ്. വലിയ റേറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ ഒരു 30 സ്ലോട്ടി 35 സ്ലോട്ടി, അതായത് നാട്ടിലെ 900 രൂപ ആകുന്നില്ല ഈ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഉള്ള ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ എപ്പോഴും പറയുന്ന പോലെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. കാരണം ഇൻസ്റ്റാഗ്രാമിൽ അഥവാ എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടെ കമൻറ്റ് ചെയ്തോളൂ. ഞാൻ എല്ലാത്തിനും കമൻറ്റിനും ഇവിടെ റിപ്ലൈ തരാം. കാരണം കമൻ്റ് ആയിരിക്കും കൂടുതലും നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം വീഡിയോയുടെ അടിയിൽ വീഡിയോ കണ്ടിട്ട് ഒരാൾ കമൻറ്റ് ചെയ്യുമ്പോൾ അതെന്തായാലും നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കും. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ചോദിക്കാനുള്ളത് കമൻറ്റിൽ ചോദിക്കുക.